വിഷയത്തിലല്ല. ശരി, ആരിഫ് ഹുസൈൻ പറയാനാണോ? ഓക്കെ. അല്ല, ഇതിലിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ തഹ്ലിയോടൊപ്പമാണ്. കാരണം എന്തുകൊണ്ട് എന്നുള്ളത് 2-3 കാരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ തഹ്ലിയ ചെയ്തത് എന്താണ്? തഹ്ലിയ ഒരു ഉദ്ഘാടനത്തിന് ഒരു നിലവിളക്ക് കൊളുത്തി. ഇതാണ് അവിടെ ചെയ്തത്. ആ നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന സംഗതി ഇവിടെ പല രീതിയിലൊരു സംഗതിയെ ഉദ്ഘാടനം നമുക്ക് ചെയ്യാം. ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യാം, റിബൺ കട്ട് ചെയ്തിട്ട് ചെയ്യാം, പടക്കം പൊട്ടിച്ചിട്ട് ചെയ്യാം, ഇവിടെ വിളക്ക് കൊളുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിന് പ്രധാനമായിട്ട് നമ്മളിവിടെ പല രീതികളിൽ ഇതുപോലുള്ളത് ഉപയോഗിക്കുമെങ്കിലും ഇതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇത് ചരിത്രപരമായിട്ട് നമ്മളുടെ ഒരു സാംസ്കാരികപരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാംസ്കാരികപരമായിട്ടുള്ള സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇവിടെ എടുക്കുന്നുണ്ടോ എന്നത് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്, നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ പറയുക. ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇവിടെ തഹ്ലിയ അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയോട് യോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. വളരെ തീവ്രമായ ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നും വന്ന ഒരു തഹ്ലിയ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയെ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വളർച്ചയാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ തഹ്ലിയോടൊപ്പം നിൽക്കുന്നു. 2, ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന സംഭവം ഇവിടെ മതത്തിന്റെ സംഗതി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സൗകര്യം ഉണ്ടെന്നല്ല ഇയാൾ പറഞ്ഞു വെക്കുന്നത്, ഇവിടെയുള്ള സംസാരിച്ച ആളുകൾ. പക്ഷെ ഇവരെന്താ ചെയ്തു വെക്കുന്നത്? ഇവര് ഇത് കത്തിക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ സമസ്തയാണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ചത് എന്താണ്? ഇനി ഇവിടെ എഴുന്നള്ളിക്കാൻ പോകുന്നവരുണ്ട്. ഇവരെന്താ പറയുന്നത്? കത്തിക്കരുത്, ഇത് ഞങ്ങളുടെ സാധനത്തിന്, നിങ്ങൾക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കണ്ട, പക്ഷെ തഹ്ലിയക്ക് കത്തിക്കരുത്, കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. തൗഹീദ് ചൂണ്ടിക്കാണിക്കുന്നു, ഏകദൈവ വിശ്വാസം എന്നത് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കുമാണ്. ആ വ്യക്തിക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നിങ്ങൾ വിട്ടുകൊടുക്കണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്ത് എടുക്കരുതെന്നാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം. അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നിൽക്കുന്നു എന്ന് പറയുകയും തഹ്ലി ഏതെങ്കിലും തരത്തിലൊരു സംഗതി ചെയ്താൽ അത് ഉടനെ ആളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോവാണ്. തഹ്ലിയക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് എടുക്കണം എന്ന് തോന്നിയതുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളല്ലേ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒച്ചമേളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തഹ്ലിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നിൽക്കാത്തത്? എന്താണ്? ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഇവിടെ ചോദിച്ചു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മമ്മൂട്ടി ഇവിടെ കത്തിച്ചു, അല്ലെങ്കിൽ യൂസുഫ് അലി ഇവിടെ കത്തിക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ ഇറങ്ങി തുള്ളി ഇതേപോലെ ഇത് ചെയ്യരുതെന്ന് പറയാൻ നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇത് ചെയ്യില്ല. അന്നേരം നിങ്ങൾ എന്താ പറയാ? മമ്മൂട്ടി അല്ല ഇസ്ലാം എന്ന് പറയും, യൂസുഫ് അലി അല്ല ഇസ്ലാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തഹ്ലിയ അല്ല ഇസ്ലാം എന്നങ്ങ് പറഞ്ഞ് തീരേണ്ട കാര്യമില്ലുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ പറയാതെ ഇത് തഹ്ലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്തു കൊള്ളണം എന്ന് തീട്ടൂരം ഇറക്കാൻ നിങ്ങൾ ആരാണ്? ഹേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പൊതുവിടങ്ങളിലെ നിഷ്പക്ഷത എന്ന കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് EMSനെയും EK നയനാരെയും ഇവർ കോട്ട് ചെയ്യുന്നത്. കാരണം അവർ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷത പാലിച്ചു എന്നുള്ളതാണ്. യെസ്, അതായത് EK നയനാർ കത്തിച്ചിട്ടില്ല, അത് അയാളുടെ സൗകര്യം. തഹ്ലിയ കത്തിച്ചിട്ടുണ്ട്, അത് ആ തഹ്ലിയയുടെ സൗകര്യം. ആ സൗകര്യത്തിന് വിട്ടുകൊടുക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ടീമല്ലേ? അപ്പൊ ഇവരല്ലേ തഹ്ലിയയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിന് വിട്ടുകൊടുക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ? ഇപ്പൊ എന്തേ നിങ്ങൾ അത് വിഴുങ്ങുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. മുഹമ്മദ് അമീർ, അങ്ങനെ എന്തിനാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം പാലിക്കണോ വേണ്ടയോ, അത് എത്രമാത്രം പാലിക്കണം, അതിന്റെ പരിധി എത്രമാത്രം എന്ന് നിശ്ചയിക്കുവാനുള്ള അധികാരമുണ്ടല്ലോ. അതിലെന്തിനാണ് ഇടപെടുന്നത്? ശ്രീ മുഹമ്മദ് അമീർ, വിഷയം ചർച്ചയാകുമ്പോൾ അത് മതവുമായി ബന്ധമുണ്ടെങ്കിൽ അതിന്റെ മത അധ്യക്ഷന്മാർ സ്വാഭാവികമായി അഭിപ്രായം പറയും. അതേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഫാത്തിമയിലേക്ക് മാത്രം എതിരെയുള്ള ഒരു ആരോപണം. മുഹമ്മദ് അമീർ, ഓക്കെ, ഇതില് പിന്നെ ഫാത്തിമ തഹ്ലിയ എന്നൊരു സ്ത്രീയോട് എന്തെങ്കിലും വിദ്വേഷമുള്ളത് കൊണ്ടോ വൈരാഗ്യമുള്ളത് കൊണ്ടോ ഒന്നും അല്ല മുസ്ലിം പക്ഷത്ത് നിന്ന് ഇതിനെ എതിർക്കുന്നത്. അത് ഇപ്പോ പിന്നെ മമ്മൂട്ടി വിളക്ക് കത്തിച്ചാലും യൂസുഫ് അലി വിളക്ക് കത്തിച്ചാലും പിന്നെ ഫാത്തിമ തഹ്ലിയ വിളക്ക് കത്തിച്ചാലും ഇവിടെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടാകുമ്പോൾ ആ സമുദായത്തെ പിന്നെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു ദൗത്യമാണ്. അത് അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അത് മമ്മൂട്ടി വിളക്ക് എത്തിച്ചാലും ഉണ്ടാകും, യൂസുഫ് അലി വിളക്ക് എത്തിച്ചാലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ നമ്മളൊന്നും അറിയാതെ എത്രയോ മുസ്ലിങ്ങൾ ഉദ്ഘാടന വേദികളിൽ കേരളത്തിൽ വിളക്കുകൾ കത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനൊന്നും ആരും ഒന്നും പറയാറില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പോ ഇവിടെ ഇപ്പോ പിന്നെ സുഹൃത്ത് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്?
സർ മഞ്ജുഷ് പ്ലീസ് അവിടെ ഇടപെടുന്നുണ്ട്. രാഹുൽ ഈശ്വര സുഹൃത്ത് അദ്ദേഹം നേരത്തെ പിന്നെ ചോദിച്ചു പിന്നെ ആരാണ് ഇവിടെ കമ്പൽ ചെയ്യുന്നത്, നിർബന്ധിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മള് ഒരു മുസ്ലിം പ്രതിനിധി ഒരു ഒരു പൊതു ചടങ്ങിൽ നിന്ന് ഒരു നിലവിളക്ക് കത്തിക്കാതെ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു വിവാദം വരുന്നത്? എന്തുകൊണ്ടാണ് അബ്ദുറബ്ബ് 10 വർഷം മുമ്പ് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് നിലവിളക്ക് കത്തിക്കാതെ മാറി നിന്ന് അപ്പൊ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ വെർബൽ മോബ് ലോഞ്ചിങ് കേരളത്തിൽ നടന്നത് നമ്മളൊക്കെ കണ്ടാണ്. അന്ന് ഭയങ്കരമായ ഡിബേറ്റബിൾ ഇഷ്യൂ ആയിരുന്നു ഇത്. അപ്പോൾ ആ രൂപത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മേലൊരു സോഷ്യൽ പ്രഷർ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് ഒരു റെസ്പെക്റ്റും അക്സെപ്റ്റും നമ്മൾ ഈ ഒരു ചടങ്ങിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ആ ചടങ്ങിന്റെ റിച്വലിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് അത് നമ്മളുടെ മേലുള്ള കമ്പൽഷൻ അല്ല, ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ മേലുള്ള ഒരു കമ്പൽഷൻ അല്ല. ഇപ്പൊ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീഡം ഫ്രം കമ്പൽഷൻ കൂടി ഉണ്ടാവണം. അപ്പോ ഈ നമ്മളുടെ മേലെ ഇത് ചെയ്യാനുള്ള ഒരു നിർബന്ധം, ചെയ്യാതിരുന്നാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു സോഷ്യൽ പ്രഷർ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മേലെ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഈ സെക്യുലറിസം എന്നുള്ളത് അവരുടെ പൂർണ്ണമാകുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോ ഈ അഗ്നി എന്നുള്ളത് ഒരു കൾച്ചറാണ്, സാംസ്കാരികമാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ കൾച്ചർ ഇവോൾവ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ മുഴുവനായിട്ടും വെളിച്ചം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് വിളക്ക് തന്നെയാണ്. ഈ വിളക്ക് വെളിച്ചമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ചോദിച്ചു പൊന്നാനിയിൽ വിളക്കില്ലേ, അതേപോലെ തന്നെ ചേരമാൻ പള്ളിയിൽ വിളക്കില്ല എന്നൊക്കെ ചോദിച്ചു. ചേരമാൻ പള്ളിയിലും പൊന്നാനിയിലും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിളക്ക് കത്തിച്ചിരുന്നു. എല്ലായിടത്തും വിളക്കുണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ വിളക്കുകളൊക്കെ ഒഴിവാക്കി. അത് പക്ഷെ ഹിന്ദു ഐഡിയോളജിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു ഐഡിയോളജി പറയട്ടെ. മുഹമ്മദ് നബി, അത് എനിക്കൊരു സംശയം. നിങ്ങൾ പറയുന്നത് ഇരുട്ടുമാറ്റി വെളിച്ചം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മാത്രം നിലവിളക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഈ നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അത് ഹൈന്ദവ ആചാരം പിന്തുടരുന്നതാണ്, അതുകൊണ്ട് പാടില്ല എന്നുള്ളതാണല്ലോ അല്ലേ? അതായത് നമുക്ക് കാഴ്ചക്ക് വേണ്ടി നമുക്ക് വിളക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം അല്ലേ? അതെ, നമുക്ക് ഇവിടെ വിളക്കിനോട് എതിർപ്പില്ല, ഈ തിരിയോട് എതിർപ്പില്ല, അല്ലെങ്കിൽ തീയിനോട് എതിർപ്പില്ല, ഇതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. വിളക്ക് കത്തിക്കും. പക്ഷെ അത് കത്തിക്കുന്നതിനോട് അല്ല, പൊതുവേദികളിൽ ഇസ്ലാം മത വിശ്വാസികൾ എതിർപ്പാണ്. അത് എങ്ങനെ വന്നു? അതിൽ ആരാധനയുടെ അംശമുണ്ട്. അപ്പൊ നമ്മള് ഈ പഞ്ചഭൂതങ്ങൾ, ഇപ്പൊ ഭൂമി അല്ല, ഒരു മിനിറ്റ്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂമി, ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അഗ്നി. ഈ അഗ്നി ഒരു സൃഷ്ടിയാണ്. അഗ്നി ഒരു സൃഷ്ടിയായാലും സൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപരമായ വിശ്വാസത്തിനെതിരാണ്. ഇപ്പോ നിലവിളക്കിനെ കുറിച്ച് നമ്മൾക്കിടയിലുള്ള സങ്കല്പങ്ങൾ നോക്കുക. ഇപ്പൊ നിലവിളക്കിനെ കുറിച്ച് സാധാരണ പറയേണ്ട കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.